കൊച്ചി നഗരം തിളച്ചുമറിയുന്ന ഉച്ചസമയം. കലൂർ ജംഗ്ഷനിലെ സിഗ്നലിൽ വാഹനങ്ങളുടെ നീണ്ട നിര. മെട്രോ പില്ലറുകൾക്കിടയിലൂടെ അരിച്ചുറങ്ങുന്ന വെയിലിന് കഠിനമായ ചൂടായിരുന്നു. ഹോണടികളുടെ കാതടപ്പിക്കുന്ന ശബ്ദവും വാഹനങ്ങളിൽ നിന്നുയരുന്ന പുകപടലങ്ങളും അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. ഗതാഗതം നിയന്ത്രിക്കാനായി നടുറോഡിൽ നിൽക്കുകയായിരുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ CI ലക്ഷ്മി IPS. കാക്കി യൂണിഫോമും തലയിലെ തൊപ്പിയും തോളിലെ നക്ഷത്രങ്ങളും അവൾക്ക് നൽകിയ ഗാംഭീര്യം ചെറുതായിരുന്നില്ല. അവളുടെ മുഖത്ത് അധികാരത്തിന്റെ കാർക്കശ്യം എപ്പോഴും നിഴലിച്ചു നിന്നിരുന്നു. നിയമം ലംഘിക്കുന്നവരെ കണ്ടാൽ പിന്നെ അവളിലെ പോലീസുകാരി ഉണരും. സിഗ്നലിലെ തിരക്കിനിടയിൽ നോ എൻട്രി എന്ന ബോർഡ് ശ്രദ്ധിക്കാതെ ഒരു പഴയ ഓട്ടോറിക്ഷ പെട്ടെന്ന് മുന്നോട്ട് കയറി വന്നു. ഗതാഗതക്കുരുക്കഴിയാൻ പാടുപെടുന്നതിനിടയിൽ ആ ഓട്ടോക്കാരന്റെ അശ്രദ്ധ ലക്ഷ്മിയുടെ നിയന്ത്രണം തെറ്റിച്ചു. അവൾ ലാത്തി ഉയർത്തി ഓട്ടോയുടെ മുൻഭാഗത്ത് ആഞ്ഞടിച്ചു. നിർത്തറ അവിടെ. ഓട്ടോറിക്ഷ സഡൻ ബ്രേക്ക് ഇട്ടു. ലക്ഷ്മി പാഞ്ഞെടുത്ത് ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് ചെന്നു. കാക്കി ഷർട്ടിട്ട മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഡ്രൈവർ. അയാൾ പേടിയോടെ തലകുനിച്ചിരുന്നു. കണ്ണു കാണില്ലേടോ നിനക്ക്? ട്രാഫിക് നിയമം അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങുന്നത്? ലക്ഷ്മി അലറി. അവളുടെ ശബ്ദം ജംഗ്ഷനിലാകെ മുഴങ്ങി. യാത്രക്കാരും മറ്റ് ഡ്രൈവർമാരും കൗതുകത്തോടെ നോക്കി നിൽക്കെ അവൾ ഡ്രൈവറുടെ കോളറിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി. ഇറങ്ങി വാടാ പുറത്തേക്ക്. നിന്നെപ്പോലെയുള്ളവന്മാരാണ് ഈ നഗരത്തിന്റെ ശാപം. ഇന്ന് നിന്റെ ലൈസൻസ് ഞാൻ റദ്ദാക്കും. അവൾ വീണ്ടും കൈയോങ്ങി. അടിക്കാൻ തുനിഞ്ഞ കൈ വായുവിൽ തങ്ങി നിന്നു. തല കുമ്പിട്ടു നിന്ന ആ ഡ്രൈവർ തല മെല്ലെ ഉയർത്തി. വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ ആ നെറ്റിത്തടവും ശാന്തമായ കണ്ണുകളും ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചു. ലക്ഷ്മി. ആ വിളി അത് വെറുമൊരു വിളിയായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറത്തു നിന്ന് പ്രണയത്തിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും നോവുന്ന ഓർമ്മകളിൽ നിന്ന് വന്ന ശബ്ദമായിരുന്നു അത്. ലക്ഷ്മി ഞെട്ടിത്തെരിച്ചുപോയി. അവളുടെ പിടിയയഞ്ഞു. മുന്നിൽ നിൽക്കുന്നത് മോഹൻ. 7 വർഷങ്ങൾക്ക് മുൻപ് വരെ തൻ്റെ ഭർത്താവായിരുന്ന, താൻ രാഘവെന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന മോഹൻ. MA ബിരുദധാരിയായ, കവിതകളെ സ്നേഹിച്ചിരുന്ന, സാഹിത്യം ചർച്ച ചെയ്തിരുന്ന തൻ്റെ പഴയ പ്രിയതമൻ ഇന്ന് മുഷിഞ്ഞ കാക്കിയ കുപ്പായമിട്ട് ഒരു ഓട്ടോ ഡ്രൈവറായി തൻ്റെ മുന്നിൽ അപമാനിതനായി നിൽക്കുന്നു. ചുറ്റും കൂടിയ ആളുകളുടെ ബഹളം ലക്ഷ്മി കേട്ടില്ല. ഹോണടികൾ അവൾ അറിഞ്ഞില്ല. മോഹൻ ഒന്നും മിണ്ടിയില്ല. അയാൾ തൻ്റെ കോളർ ശരിയാക്കി അവളുടെ കണ്ണുകളിലേക്കൊന്നു നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു നിസ്സംഗതയായിരുന്നു. അയാൾ ഓട്ടോയിൽ കയറി ആൾക്കൂട്ടത്തിനിടയിലൂടെ സാവധാനം ഓടിച്ചുപോയി. ലക്ഷ്മി തളർച്ചയോടെ റോഡരികിലേക്ക് മാറി നിന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CIയുടെ മുറിയിൽ ഫാനിന്റെ മുരൾച്ച മാത്രം. ലക്ഷ്മി കസേരയിൽ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. ഫയലുകൾ നോക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കല്ലൂരിലെ ആ കാഴ്ച അവൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് മോഹിനി ഗതി വന്നത്? അവൾ സ്വയം ചോദിച്ചു. 7 വർഷം മുൻപത്തെ വിവാഹമോചനം ഓർമ്മ വന്നു. താൻ സിവിൽ സർവീസ് മോഹവുമായി പഠനത്തിൽ മുഴുകിയപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ മോഹൻ ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങിയിരുന്നു. ഒടുവിൽ താൻ IPS നേടി. അതോടെ തങ്ങൾക്കിടയിലെ അകലം കൂടി. തൻ്റെ പദവിയും അധികാരവും മോഹന്റെ ലളിത ജീവിതവുമായി പൊരുത്തപ്പെട്ടില്ല. വഴക്കുകൾ പതിവായി. ഒടുവിൽ ഈഗോയുടെ പേരിൽ തങ്ങൾ പിരിഞ്ഞു. പക്ഷേ അയാൾ ഇത്രയധികം താഴേക്ക് പതിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഒരു സ്കൂൾ അധ്യാപകനാകാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു അവൻ. ഇന്ന് താൻ നടുറോട്ടിൽ വെച്ച് 100 കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് അയാളെ കോളറിന് പിടിച്ചു വലിച്ചിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവളുടെ മനസ്സ് പിടഞ്ഞു. കാക്കി യൂണിഫോമിനുള്ളിലെ അധികാരഗർവ് തൻ്റെ ഉള്ളിലെ സ്നേഹമുള്ള സ്ത്രീയെ കൊന്നുവോ? വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അവൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. അവൾ സിവിൽ ഡ്രസ്സിലേക്ക് മാറി. തൻ്റെ ആഡംബര കാർ എടുക്കാതെ ഒരു സ്കൂട്ടർ എടുത്ത് അവൾ നഗരത്തിലേക്ക് ഇറങ്ങി. അവൾക്ക് മോഹനെ കാണണമായിരുന്നു. ഒരു മാപ്പ് പറയണം. അന്വേഷണങ്ങൾക്കൊടുവിൽ പാച്ചാളം റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഇടുങ്ങിയ കോളനിയിലാണ് മോഹൻ താമസിക്കുന്നതെന്ന് അവൾ കണ്ടെത്തി. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ട്രെയിനുകളുടെ ഇരമ്പൽ കേൾക്കുന്ന, ഓടകളുടെ ദുർഗന്ധമുള്ള ആ പരിസരത്ത് അവൾ സ്കൂട്ടർ ഒതുക്കി. അവിടെ ദ്രവിച്ച ഓടുമേഞ്ഞ ഒരു ചെറിയ വീടിന്റെ വരാന്തയിൽ അവൾ ആ കാഴ്ച കണ്ടു. ഒരു ചെറിയ ബൾബിന്റെ വെളിച്ചത്തിൽ മോഹൻ നിലത്തിരിക്കുന്നു. ചുറ്റും 10-12 കോളനിയിലെ കുട്ടികൾ. അവരുടെ കയ്യിൽ സ്ലേറ്റും പുസ്തകങ്ങളുമുണ്ട്.
മോഹൻ അവർക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ലളിതമായി പറഞ്ഞു കൊടുക്കുകയാണ്. പകൽ മുഴുവൻ വെയിൽ കൊണ്ട് ഓട്ടോ ഓടിച്ച് തളർന്ന ശരീരമാണെങ്കിലും അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പുണ്ട്. ദാരിദ്ര്യത്തിലും അയാൾ കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ മനസ്സ് കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. പണം കൊണ്ടും പദവി കൊണ്ടും താൻ നേടിയതിനേക്കാൾ എത്രയോ വലുതാണ് അയാൾ ഇവിടെ ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നി. കുട്ടികൾ പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതുവരെ ലക്ഷ്മി ഇരുളിൽ കാത്തുനിന്നു. അവസാനത്തെ കുട്ടിയും പോയപ്പോൾ അവൾ മെല്ലെ വരാന്തയിലേക്ക് കയറി. മോഹൻ തിരിഞ്ഞു നോക്കി. ലക്ഷ്മിയെ കണ്ടപ്പോൾ എഴുന്നേറ്റു. അത്ഭുതമോ പരിഭ്രമമോ ഇല്ലാതെ അയാൾ പുഞ്ചിരിച്ചു. ലക്ഷ്മി, എന്തേ നേരത്ത്? വഴി തെറ്റിയതാണോ? അല്ല, വഴി തെറ്റിയത് എനിക്കായിരുന്നു മോഹൻ, ഇത്രയും കാലം, ലക്ഷ്മി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് കലൂരിൽ വെച്ച് ഞാൻ അറിയാതെ. സാരമില്ല ലക്ഷ്മി, അത് നിന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ നിയമം തെറ്റിച്ചു, നീ ശിക്ഷിച്ചു, അതിൽ എനിക്ക് പരാതിയില്ല. മോഹന്റെ സ്വരം ശാന്തമായിരുന്നു. അല്ല മോഹൻ, എനിക്ക് മാപ്പ് തരണം. ആ യൂണിഫോം എന്നെ അഹങ്കാരിയാക്കി. നീ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ലക്ഷ്മി മോഹന്റെ കൈകളിൽ പിടിച്ചു. ആ കൈകളിലെ തഴമ്പുകൾ അവളുടെ ഉള്ളുലച്ചു. മോഹൻ, എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. ഈ ഏകാന്തത എന്നെ കൊല്ലുന്നു. നീ എൻ്റെ കൂടെ വരണം. നമുക്ക് പഴയതുപോലെ ജീവിക്കാം. എൻ്റെ ക്വാർട്ടേഴ്സിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നീ ഇനി ഓട്ടോ ഓടിക്കാൻ പോകേണ്ട. നമുക്ക് എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം. ലക്ഷ്മിയുടെ വാക്കുകളിൽ പശ്ചാത്താപവും സ്നേഹവും നിറഞ്ഞിരുന്നു. അവൾ പ്രതീക്ഷയോടെ മോഹനെ നോക്കി. മോഹൻ ഒരു നിമിഷം ആലോചിച്ചു. ദൂരെ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ കടന്നുപോയി. അതിന് ശബ്ദം നിലച്ചപ്പോൾ മോഹൻ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. അയാളോട് ചുണ്ടിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു. ലക്ഷ്മി, അയാൾ സാവധാനം പറഞ്ഞു തുടങ്ങി. നിന്റെ സ്നേഹത്തിനും ക്ഷമാപണത്തിനും നന്ദി. പക്ഷേ എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയില്ല. ലക്ഷ്മി ഞെട്ടിപ്പോയി. എന്താ മോഹൻ, ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അല്ല ലക്ഷ്മി, ഒട്ടും ദേഷ്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ നിന്റെ കൂടെ വന്നാൽ ഈ സമൂഹം എന്തു പറയുമെന്ന് അറിയാമോ? ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ പഴയ ഭർത്താവ് സിയയുടെ കാല് പിടിച്ചു എന്ന്, അല്ലെങ്കിൽ ഭാര്യയുടെ ഉദ്യോഗത്തിൻ്റെ തണലിൽ കഴിയാൻ വന്നവൻ എന്ന്. മോഹൻ തൻ്റെ കുടിലിലേക്ക് നോക്കി. നോക്കൂ ലക്ഷ്മി, ഇതാണ് എൻ്റെ കൊട്ടാരം. ഇവിടെ എനിക്ക് ആഡംബരങ്ങളില്ല. ചിലപ്പോൾ പട്ടിണിയാണ്. പക്ഷേ വൈകുന്നേരം ഈ വരാന്തയിലിരുന്ന് ആ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. രാത്രി കീറപ്പായയിൽ കിടക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. കാരണം ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അയാൾ ലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ ദാരിദ്ര്യം നിന്റെ ഔദാര്യമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലക്ഷ്മി. എനിക്ക് എൻ്റേതായ ചെറിയൊരു ലോകമുണ്ട്. അവിടെ എനിക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. അവിടെ എനിക്കെൻ്റെ ആത്മാഭിമാനമുണ്ട്. അത് നിന്റെ പണത്തേക്കാളും ആ വലിയ വീടിനേക്കാളും നിന്റെ പദവിയേക്കാളും എനിക്ക് വലുതാണ്. ലക്ഷ്മിക്ക് മറുപടിയില്ലായിരുന്നു. മോഹന്റെ വാക്കുകൾക്ക് മുന്നിൽ തൻ്റെ IPS പദവിക്ക് ഒരു തൂവലിൻ്റെ കനം പോലുമില്ലെന്ന് അവൾക്ക് തോന്നി. യഥാർത്ഥ വിജയ് താനല്ല, തോറ്റുപോയെന്ന് ലോകം കരുതുന്ന ഈ മനുഷ്യനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ശരിയാണ് മോഹൻ, നീയാണ് ശരി. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, പണ്ടത്തേക്കാളേറെ. അവൾ കണ്ണുനീർ തുടച്ചു. നിറഞ്ഞ മനസ്സോടെ അവൾ മോഹന് കൈകൊടുത്തു. നന്നായിരിക്കണം ലക്ഷ്മി, നീ നല്ലൊരു ഓഫീസറാണ്. പാവപ്പെട്ടവരോട് ഇത്തിരി കരുണയാവാം, മോഹൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി പടിയിറങ്ങി. ഇരുട്ടിലേക്ക് മറയുന്ന അവളെ നോക്കി മോഹൻ നിന്നു. പിന്നെ തൻ്റെ പഴയ ഓട്ടോറിക്ഷയുടെ അരികിലേക്ക് ചെന്ന് അതിൻ്റെ മുഷിഞ്ഞ ഗ്ലാസ് ഒരു തുണി കൊണ്ട് തുടച്ചു വൃത്തിയാക്കി. നാളത്തെ ഓട്ടത്തിന് അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. അകലെ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മോഹന്റെ ആത്മാഭിമാനം പോലെ ഔദാര്യമായി ലഭിക്കുന്ന രാജകൊട്ടാരത്തേക്കാൾ വലുതാണ് അധ്വാനിച്ചുണ്ടാക്കുന്ന കീറപ്പായയിലെ ഉറക്കം.